എന്ത് പറ്റി പിന്നെ ആ വീടൊക്കെ? ആ വീട് ചെറുതായിട്ടൊന്ന് വിറ്റു. അത് വേറൊന്നുമില്ല, ആ വീട് ഇപ്പൊ അതങ്ങട്ടെ മറ്റേ കറക്റ്റായിട്ട് മുന്നിൽ കുറെ കാര്യങ്ങൾ പോകണമെന്നില്ല. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു ആ വീട് വിൽക്കേണ്ട ആളെ വിറ്റിട്ട് പിന്നെ വേറെ വീട് വാങ്ങി. ആ വേറെ കുഴപ്പമൊന്നുമില്ല. ഈ രാശി അതിനകത്തൊക്കെ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണോ? അത് അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇതാണ്. എനിക്ക് ഇങ്ങനെ ആദ്യം ഈ ഒരു ദൈവത്തില് അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഗതിയിലൊന്നും വലിയ വിശ്വാസം കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. കാരണം നമ്മള് പരക്കുണ്ടായിട്ട് കിടക്കാണ്. കാരണം ഒരിക്കലും അത് ഒരു നല്ല സമയം ഇല്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു എനിക്ക്. എന്ത് ചെയ്തിട്ട് ലൈഫിൽ ഒരു ഇതില്ല എന്നുള്ള. പിന്നെ വരില്ല, പിന്നെ നമ്മളെ കൈക്ക് എന്റെ കൈക്ക് പൈസ വരുമ്പോ തുടങ്ങിയപ്പോഴാണ് എനിക്ക് അതിലൊരു വിശ്വാസം ആവാൻ തുടങ്ങിയത്. ഇപ്പൊ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോകും, പിന്നെ അമ്മയൊക്കെ ഭയങ്കര ഇതായി. പിന്നെ എനിക്ക് ആ വീടും ചെറിയൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു, ഒരു ഐശ്വര്യം, ഒരു കമ്മി പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ അങ്ങനെ പറഞ്ഞു നമുക്ക് വീട്, ആ വീട് പറഞ്ഞ ഞാൻ എടുത്ത് ചാടി വാങ്ങിയതാ, ഒന്നും നോക്കാണ്ട് കാണാതെ. അല്ല ഞാൻ ഇപ്പൊ എന്താ ചെയ്യുമ്പോ അമ്മയുടെ അടുത്ത് നിന്ന് ആദ്യം ചോദിച്ചിട്ടേ എന്തെങ്കിലും ചെയ്യുള്ളൂ. അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് അന്ന് അമ്മ അടുത്ത് ഞാൻ അമ്മ ആ വീടിനെ പെട്ടെന്ന് കാണാം. അത് അന്ന് ഞാൻ പറയും യൂട്യൂബിൽ പ്രശ്നം ഉണ്ടായിരുന്നു. അന്ന് ആ യൂട്യൂബില് ബൈക്കിന്റെ പ്രശ്നം, വീടിന്റെ പ്രശ്നം. അപ്പൊ ഞാൻ പെട്ടെന്ന് വാങ്ങിയ വീടാണത്. വീട് പോയി കണ്ടു, ഇഷ്ടപ്പെട്ടു. അമ്മ അടുത്ത് ചോദിച്ചപ്പോ അന്ന് തന്നെ അമ്മ പറഞ്ഞു ആ വീട് വാങ്ങണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് എടുത്ത് ചാടിയിട്ട് വീട് വാങ്ങിയതാണ്. പിന്നെ അതങ്ങോട്ട് എനിക്കൊരു മൊത്തത്തിൽ എനിക്കൊരു നഗടിച്ചു. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ആ വീട് വിൽക്കാന്ന് വിചാരിച്ചിട്ട് അതവിടെ വീട് വിറ്റു.